ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ എത്തിയതാണ്. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് തീർന്നിട്ടാണ്. ഒരു ഭയങ്കര അനുഭവമാണ്. ആദ്യമായിട്ടാണ് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വന്ന് റീൽസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇന്ന് രാവിലെ വെളുപ്പിന് തന്നെ പോന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത്. മകളുണ്ട്, വൈഫുണ്ട്. അവരിതിൽ പർച്ചേസിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാണ് പോകുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടാണ്. വളരെ ഒരു നല്ല അനുഭവമായിരുന്നു. ആളുകളൊക്കെ ഉണ്ട്. എവിടുന്നാ? ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ്. ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. കഴിഞ്ഞ വർഷം ഇതേമാതിരി വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ കണ്ടപ്പോൾ ഇന്ന് ഇപ്രാവശ്യം വരണം എന്ന് തോന്നി. നാട്ടിൽ ലീവിന് വന്നപ്പോൾ അങ്ങനെ വന്നതാണ്. പ്രവാസിയാണോ? അല്ല, ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യാണ്. ചിറ്റൂര്. പാലക്കാട്. വർഷം വരാറുണ്ട്. എന്ത് പറ്റി വരാനുള്ളൊരു കാരണം? ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നത്. എന്തായാലും ഒരു തവണയെങ്കിലും വരണമല്ലോ ഇവിടെ. അതെ അതെ, തീർച്ചയായും. അതാണ് ഓരോ മലയാളികളും ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവം തന്നെയാണ് കൽപ്പാത്തി എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഒരു സവിശേഷത കൂടി കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉത്സവമാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ എത്ര മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ? ഒരു ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും കൽപ്പാത്തി ഉത്സവം ആഘോഷമാക്കാൻ വേണ്ടി എത്തും. അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു കുറച്ച് ദിവസങ്ങൾ ഇതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള നമ്മൾ ഇന്നലെ രഥം വലിക്കുന്ന സമയത്ത് കുറച്ച് യങ്സ്റ്റേഴ്സിനോട് സംസാരിച്ചു. അവർ പറഞ്ഞത് അവർ ന്യൂയോർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ അവധി എടുത്തിട്ട് ഇതിനു വേണ്ടി ഇവിടെ വരുന്നു. ഒരു 3 ദിവസം ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യണം. വേറെ ഒന്നുമില്ല, വേറെ ക്ലാസ്സോ. ഈ ആഘോഷം തുടങ്ങിയ അത് തൊട്ട് ആദ്യ ദിവസം തൊട്ട് ഇത് തീർന്നവരെ ഇവിടെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം. ഇപ്പൊ ഈ വീടുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കാണുന്ന അഗ്രഹാരങ്ങളിലൊന്നും യൂത്ത് ഇവിടെ ഉണ്ടാവില്ല, യുവതലമുറ ഇവിടെ ഉണ്ടാവും. അവരൊക്കെ വിദേശത്തായിരിക്കും. പക്ഷെ അവരൊക്കെ ഈ രഥോത്സവത്തിന്റെ ദിവസങ്ങളാകുമ്പോഴേക്കും നാട്ടിലേക്ക് എത്തുകയും കുടുംബത്തോടൊപ്പം എത്തി ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയെത്തി ഈ വീടുകളിലൊക്കെ നിറയെ ആളുകളായിരിക്കും. അങ്ങനെ ഒരു രസകരമായിട്ടുള്ള അങ്ങനെ ഒരു ഒത്തുചേരലിന്റെ സന്ദേശം കൂടി ഈ ഉത്സവത്തിനുണ്ട്. അത് തന്നെയാണ് ഒരു പക്ഷേ അതിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരു കൊടുവായൂരൊക്കെ രഥോത്സവം നടക്കുന്നുണ്ട്, അല്പം കൂടെ ഭംഗിയായിട്ടുള്ള തരത്തിലുള്ള ഇതുണ്ട്. പക്ഷെ എനിക്ക് പോലും കൽപ്പാത്തിയിലെ രഥോത്സവത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ അഗ്രഹാരങ്ങളിലൂടെ ഇത്ര ഭംഗിയുള്ള ഒരു വിഷ്വലാണത്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മുടെ ആകാശ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണെങ്കിൽ നമുക്ക് അതിൽ കാണാൻ കഴിയും. എത്ര ഭംഗിയായിട്ടായിരിക്കും ആ രഥം ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോൾ അതൊരു ലോങ് ഷോട്ടിൽ നമ്മൾ കാണുന്നത് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അത് ആസ്വദിക്കാൻ എത്തുന്നത്. ഒരു ചേച്ചി ഉണ്ട്, എവിടെ നിന്നാണ്? ഞങ്ങള് ഒറ്റപ്പാലം. ഉത്സവങ്ങളുടെയൊക്കെ നാട്ടിൽ തന്നെയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. പ്രഷർ അനുഭവം എന്താ? കാണാൻ പോകുന്നേ ഉള്ളൂ. വന്നേ ഉള്ളൂ അല്ലേ? വന്നേ ഉള്ളൂ. ഇനിയിപ്പം രഥസംഘമൊക്കെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.